നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. മുമ്പ് നടന്ന ഒക്ടോബർ മാസത്തിൽ നടന്ന ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2024 ഒക്ടോബർ മാസം 10-ാം തീയതി ആയിരുന്നു പരീക്ഷ നടന്നത്. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൽ റാങ്ക് മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് റോൾ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ നമ്പർ ഓഫ് ആളുകൾ മാത്രമാണ്, കുറച്ച് ആളുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഏറെക്കുറെ 268 ആളുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക നിഗമനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് കുറച്ചും കൂടെ വലിയൊരു ലിസ്റ്റാണ്. ഓക്കെ, സപ്ലിമെൻ്ററി ലിസ്റ്റ് വേറെ ഉണ്ട്. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഒരു മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഒബ്ജക്റ്റീവ് പരീക്ഷയും അതുപോലെ തന്നെ ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്കും ശേഷമാണ് ഇത്തരത്തിലൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ സ്കോർ നോക്കിയിട്ടായിരിക്കും ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 48.50. ഇതാണ് ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ കട്ട് ഓഫ് ആണ്. പക്ഷേ ഒരുപക്ഷെ വാക്കൻസികളുടെ എണ്ണം കുറവായതുകൊണ്ടായിരിക്കാം ഓക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കുന്നത്. 268 ആളുകൾ മെയിൻ ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രയാണോ വേക്കൻസി ഉള്ളത് അതിൻ്റെ ഒരു 2 മടങ്ങ് അല്ലെങ്കിൽ 4 മടങ്ങ് മാക്സിമം ആളുകളെയാണ് സാധാരണ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്താറുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് ഇനി ഇൻ്റർവ്യൂവിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് പോയാൽ പോലും ഓക്കെ മൊത്തത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം, അതായത് മെയിൻ ലിസ്റ്റിൽ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാകാനാണ് സാധ്യത. അത്രയും വേക്കൻസികളായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുന്നത്. എന്തായാലും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ചലഞ്ചർ ആപ്പിലും ഇൻ്റർവ്യൂവിൻ്റെ ബാച്ച് അവൈലബിൾ ആണ്. ആരെങ്കിലും ഈ ഒരു വിവരം അറിഞ്ഞില്ലെങ്കിൽ ചലഞ്ചർ ആപ്പിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹൈക്കോർട്ട് കേരള റിക്രൂട്ട്മെൻറ്റ് HCR എന്ന് പറയുന്ന ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് കേരള എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്.